നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, നിങ്ങളെന്തോ നോക്കി നിൽക്കുന്നത്? നിങ്ങളെല്ലാം കൂടി ഈ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാൻ പോവാണ്. കുടുംബസ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ പറയാ, ഇപ്പോ നമ്മൾ ഈ ഭൂതത്തെ പേടിച്ചാൽ പിന്നൊരിക്കലും നമുക്കിതിന്ന് മോചനം ഉണ്ടാവുകയല്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇപ്പൊ ചെയ്യണം. എന്നാലും എന്തുവാ ഭഗവാനെ, കിഷ്കുണ്ടാകാണ്ടോ? ഒന്ന് നിന്നേ. എന്താ? ഒരു തീരുമാനമായിട്ട് നിങ്ങൾ അകത്തോട്ട് പോയാൽ മതി. തീരുമാനം ആയതുകൊണ്ടാണല്ലോ ഞങ്ങൾ അകത്തേക്ക് പോകുന്നത്. അത് നിങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് മതി. അത് ഞാനെന്തിനാ അറിയുന്നേ? ഈ വീട്ടിലാ താമസിക്കാൻ ഉദ്ദേശമെങ്കിൽ അതറിഞ്ഞേ പറ്റൂ. നീയൊന്നും അറിയാനും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്യും. അപ്പൊ രണ്ടും കൽപ്പിച്ചല്ലേ? എന്താ സംശയം? രണ്ടും കൽപ്പിച്ച് തന്നെയാ. എന്താ പിന്നെ അറിയണല്ലോ. നീ നിന്റെ പാട് നോക്കി പോടാ. ഈ വീടിന്റെ അവകാശികൾ ഞങ്ങൾ 5 പേരാ. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആ 5 പേരിൽ പെടുന്ന 2 പേരാണല്ലോ ഇപ്പൊ ഈ അഭിപ്രായം പറഞ്ഞത്. 5 പേരിൽ പെടുന്ന 2 പേരെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലല്ലോ. എന്നെ പോലെ അവർക്കും ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അങ്ങനെ അവകാശം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈ വൃത്തികേടുകളൊക്കെ കണ്ടില്ലാന്നടിച്ച് കണ്ണും പറ്റി ജീവിക്കാൻ പറ്റുമോ? അജയ് ഘോഷേ, 1 മിനിറ്റ് ഒന്ന് വരണം. വാ. ഭായ്, കാലെ പിടിച്ച് കരഞ്ഞിടുന്ന ഒരു കാര്യമില്ല, ഞാൻ സമ്മതിക്കൂല. പൊന്ന നാറി, നീ ഒരുപാട് ഷോ ഇറക്കിയാലേ നിന്റെ അണ്ണാക്കി തോക്ക് വെച്ച് പൊട്ടിക്കും ഞാൻ. നിനക്ക് എന്തിന്റെ അസുഖാടാ? നീ എന്ത് കണ്ടിട്ടാടാ കിടന്ന് കളിക്കുന്നത്? നീ കാണിച്ചു കൂട്ടിയ മുഴുവൻ വൃത്തികേടുകളും ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ തീരാവുന്നേ ഉള്ളൂ നിന്റെ പടപ്പ്. പറയട്ടടാ, ഓരോന്ന് അക്കം വിട്ട് ഞാൻ വിളിച്ച് പറയട്ടെ? വേണ്ട ഭായി, അതിന് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ തമ്മിലില്ല, പക്ഷേ നിനക്കെന്റെ ഭാര്യയോട് പ്രശ്നമുണ്ടല്ലോ. ഭാര്യയോ? പിന്നെ കല്യാണം കഴിച്ച പെണ്ണിനെ ഭാര്യ എന്നല്ലാതെ അമ്മായി എന്ന് വിളിക്കോടാ. കല്യാണം കഴിച്ചോ? ആര്? ഞാൻ. മാണിക്യമംഗലത്തെ കോടീശ്വരിയായ കാവേരി. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നിരാലംബയും നിഷ്കളങ്കയുമായ ആ വിധവയെ. ചുമ്മാ ഇല്ല വചനം പറയില്ലേ ഭായി. ഇല്ലാത്ത വചനമാണോ ഉള്ള വചനമാണോ എന്ന് അധികം വൈകാതെ നിനക്ക് മനസ്സിലാവും. പക്ഷെ അതുവരെ നിന്റെ ഭാഗത്തു നിന്ന് വല്ല ഉപദ്രവം ഉണ്ടായ പൊന്ന് മോനെ അജയ് ഘോഷേ, കളി മാറും. നിന്നെ എടുത്ത് ഞാൻ അങ്ങ് ഒതുക്കും. ആയുഷ്കാലം നീ അകത്ത് കിടക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും വധശ്രമവും ബലാത്സംഗവും കൊലപാതകവും ഭവനഭേദനവും ഉൾപ്പെടെ ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ച ആകെ മൊത്തം ടോട്ടൽ നിന്റെ ഈ പാഴ് ജന്മം തികയത്തില്ല അകത്ത് കിടന്നുണ്ടതിന്ന. പിന്നെ ഏതെങ്കിലും കൊള്ളാവുന്ന ജഡ്ജിക്ക് സന്മനസ് തോന്നിയാ നീ രക്ഷപ്പെടും. നിന്നെ തൂക്കിക്കൊല്ല അവർ വിധിച്ചോളും. വാ, വന്ന് മര്യാദരാമനായി അവരുടെ മുന്നിൽ പെർഫോം ചെയ്. നിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അതാണ് നല്ലത്. വാ, വാടി, വാ. അയ്യോ, നിങ്ങൾ നിന്ന് ബോറടിച്ചോ?
ഞങ്ങള് ചുമ്മാ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയതാ അല്ലേ? അപ്പോ ഞാനിവിടെ താമസിക്കുന്നതിലും ഈ വീട്ടിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും മിസ്റ്റർ അജയ് ഘോഷിന് യാതൊരു എതിർപ്പുമില്ല. എതിർപ്പില്ല എന്ന് മാത്രമല്ല, ഭയങ്കര സന്തോഷമാണ്. അല്ലേ മിസ്റ്റർ അജയ് ഘോഷേ? അല്ലേ? കണ്ടില്ലേ, മൗന സമ്മതം. ഇനി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ മനസ്സ് മാറ്റിയെടുക്കും. സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു കാട്ടുകുതിരയും ഇല്ലെന്ന് കേട്ടിട്ടില്ലേ? മുഴുവൻ കുതിരകളെയും ഒരു ദിവസം ഈ അണ്ണൻ ഒരു ചാൺ കടിഞ്ഞാണിൽ കോർത്തങ്ങെടുക്കും. അയ്യോ കവരി, കഥ പറഞ്ഞെന്ന് നേരം പോയതറിഞ്ഞില്ല. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് നമുക്ക് മണിയറയിൽ പ്രവേശിക്കണ്ടേ? വരൂ. മണിയറ എവിടെയാണ്? അവിടെയാണോ? ശരി ശരി. തോറ്റു പിന്മാറിയൊന്നുമല്ല, തൽക്കാലം ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിയതാ. അവസരം ഒത്തുവരുമ്പോ പത്തിയടിച്ച് പൊളിക്കാനാണ് തീരുമാനം. കൂടെ ഉണ്ടാവണം. എല്ലാം കൈവിട്ടു പോവാണല്ലോ. എന്നാൽ ഈ കരിമാക്രി എങ്ങനെയാ തങ്ക വിഗ്രഹം പോലുള്ള പെണ്ണുമ്പിളെ വളച്ചെടുത്തത്? ഇപ്പൊ സൗന്ദര്യം ഒരു മാനദണ്ഡമല്ലല്ലോ, നാക്കല്ലേ പ്രധാനം. ഓർക്കാൻ വയ്യ. എന്താടാ വരമ്പത്തിരിക്കുന്ന മാക്രിയെ പോലെ കണ്ണും മിഴിച്ചോണ്ടിരിക്കുന്നത്? ദാ ചായ കുടിക്ക്. എനിക്ക് വേണ്ടമ്മേ. എന്താ? വിശപ്പും ദാഹമൊക്കെ പോയി. സുനീഷേട്ടാ, നല്ല ഒന്നാം തരം ഉപ്പുമാവ. സുനീഷേട്ടന് വേണ്ടി ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട ശ്രീലതേ, വിശപ്പില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. സുനീഷേട്ടൻ കഴിച്ചേ പറ്റൂ. സുനീഷേട്ടാ, ആവശ്യമില്ലാത്തൊന്നും വാരി വലിച്ച് കഴിച്ച് കുഴപ്പമുണ്ടാക്കരുത്. ദോശയും തക്കാളിക്കറിയും അതാണ് സമീകൃത ആഹാരം. ദേ കഴിച്ചേ. അത് നീ അങ്ങ് കഴിച്ചാ മതി. സുനീഷേട്ടന് ഇഷ്ടം എന്റെ ഉപ്പുമാവ. കഴിക്കു സുനീഷേട്ടാ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. സുനീഷേട്ടാ, ഇപ്പൊ എനിക്കറിയണം, സുനീഷേട്ടന് ഇഷ്ടം ഇവളുടെ ഉപ്പുമാവാണോ അതോ എന്റെ ദോശയാണോ? എനിക്കിപ്പോ രണ്ടും വേണ്ട. എനിക്കൊരിത്തിരി മനസ്സമാധാനം തരൂ. മനസ്സമാധാനം കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. സുനീഷേട്ടാ, ഇതൊന്ന് കഴിച്ചേ. വാ തുറക്ക്, ഞാൻ വാരിത്തരാം. എന്താ, ഞാൻ വാരി കൊടുത്ത വയറ്റി പോവില്ലേ? സുനീഷേട്ടൻ വാ തുറന്ന്.
ആവശ്യമില്ലാത്തതൊക്കെ വായിൽ കുത്തിക്കേറ്റ് എന്റെ സുനീഷേട്ടന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. നിന്റെ സുനീഷേട്ടനോ? എന്ന് മുതലാടി അത് നിന്റെ സുനീഷേട്ടനായത്? അതെന്ന് മുതലാണെന്ന് എനിക്ക് അറിയില്ലേ. നീ അല്ലേടി ഞങ്ങക്ക് താലി എടുത്തു തന്നത്? അത് ഞാനല്ല, കളക്ടർ അലമേലുവാ. ഓഹോ, നല്ല ന്യായം. നിന്നെയൊക്കെ ആരാടി പിടിച്ച് കളക്ടറാക്കിയത്? ആ ചെട്ടിയാരെ പറ്റിച്ച അയാളുടെ കാശ് കൊണ്ടല്ലേ നീ IAS എടുത്തത്? ആണെങ്കിൽ അത് എന്റെ മിടുക്ക്. നീ കൊണ്ട് കേസ് കൊടുക്കടി. അതേടി, കേസ് കൊടുക്കാൻ തന്നെയാ പോകുന്നത്. നിന്റെ വ്യാജ IAS ആണെന്ന് പറഞ്ഞ് മാത്രമല്ല, നീ വ്യാജ ഭാര്യയാണെന്ന് കൂടി പറഞ്ഞ